ഹായ് ഓൾ. അലർജി ഉള്ളവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില പ്രോ ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് സ്ഥിരമായി രാത്രികാലങ്ങളിലും രാവിലെ എണീക്കുമ്പോഴും വിട്ടുമാറാത്ത ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയവ ഉണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി വീട്ടിലുള്ള ഇൻഡോർ എയർ പൊല്യൂട്ടൻസ് കാരണമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡസ്റ്റ് മൈറ്റ്, വീട്ടിൻ്റെ അകത്തുണ്ടാക്കുന്ന ഫംഗസ്, ചെറിയ പൊടിപടലങ്ങൾ, ഇൻഡോർ ഫ്യൂംസ്, പുകകൾ തുടങ്ങിയവയാണ് ഇത് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ കിടക്കുന്ന റൂം ക്ലട്ടർ ഫ്രീ ആയിട്ട് വെക്കുക. അധികം പൊടിയൊന്നും ഇല്ലാതെ, അധികം സാധനങ്ങളൊന്നും കൂട്ടിയിടാതെ ക്ലീൻ ആയിട്ട് വെക്കുക. കുട്ടികൾ കിടക്കുന്ന ബെഡ്ഷീറ്റ്സ് എവറി 3 days അല്ലെങ്കിൽ 4 days കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ്സ്, കാർപ്പറ്റ്സ് തുടങ്ങിയവയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. അതിലൊക്കെ പൊടി തങ്ങി നിൽക്കാനും ഡസ്റ്റ് മൈറ്റിൻ്റെ വളർച്ച കൂടുതൽ ഉണ്ടാവാനും സാധ്യതയുള്ളതാണ്. അപ്പം കാർപ്പറ്റ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വാക്യൂം ചെയ്യാൻ ശ്രദ്ധിക്കണം. കർട്ടൻസൊക്കെ മാക്സിമം കുറയ്ക്കുക യൂസേജ്. അതുപോലെ വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പുക, അതായത് വിറകടുപ്പിൽ നിന്ന് വരുന്ന പുക, സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ വീടിൻ്റെ അകത്ത് തീരെ സ്മോക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ അഗർബത്തി, ചന്ദനത്തിരി, മോസ്കിറ്റോ കോയിൽ തുടങ്ങിയവയുടെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. നിങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആർക്കെങ്കിലും അലർജി കാരണം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്